ഭപ്പ കണ്ട് കരഞ്ഞു പോയി മക്കളെ. ഭയം ഭക്തി ബഹുമാനമാണത്രേ ഭപ്പ. ഭ എന്നൊരാട്ട് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഭ എന്നുള്ള ആട്ടിൻ്റെ ആവശ്യം ലാലേട്ടനാണ് ആ ആട്ട് കിട്ടേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയത്. ലാലേട്ട, നിങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ചോദിക്കാനാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അഴിഞ്ഞാട്ടമാണത്രേ, അഴിഞ്ഞാട്ടം. അഴിഞ്ഞാട്ടമല്ലിത്, ഒരു തരം അളിഞ്ഞാട്ടം. ലാലേട്ടൻ്റെ ഇപ്പോൾ ഉള്ള ഇമേജ് അളിഞ്ഞുപോയി. ചില ന്യൂജൻ പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ഈ ഫിലിം ഒന്നും ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷെ നമ്മളെപ്പോലുള്ള വിവരവും ബുദ്ധിയും വെച്ച് ചിന്തിക്കുന്നവർക്കൊന്നും ഈ ഫിലിം ഉൾക്കൊള്ളാൻ കഴിയില്ല, ദഹിക്കില്ല എന്നുള്ളൊരു കാര്യം ആദ്യമേ പറയട്ടെ. ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ധനഞ്ജയ് ശങ്കർ. കഥ, തിരക്കഥ, സംഭാഷണം രണ്ടുപേരാണ്, ഫഹിം സഫർ, നൂറിൻ ഷെരീഫ്. നൂറിൻ ഷെരീഫ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഗോകുലം ഗോപാലേട്ടനാട്ടാ. നമ്മുടെ താത്തച്ചിയുടെ സ്വന്തം ഗോപാലേട്ടൻ. പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ ആൻഡ് കൃഷ്ണമൂർത്തി. ഇനിയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റ് വരുന്നത്. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, നൂറിൻ ഷെരീഫ്, ശരണ്യ, സിദ്ധാർത്ഥ് ഭരതൻ, അശോകൻ. പിന്നെ സപ്പോർട്ടിംഗ് റോൾസിൽ ആരാണ് വരുന്നത്? സാക്ഷാൽ നമ്മുടെ മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ. പിന്നെ ഈ ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത് പാലക്കാട്, കോയമ്പത്തൂർ ആൻഡ് പൊള്ളാച്ചി എന്നീ സ്ഥലങ്ങളിലാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വാസ് പ്രൊവൈഡഡ് ബൈ ഗോപി സുന്ദർ. ഇതിൻ്റെ എഡിറ്റർ രഞ്ജൻ അബ്രഹാം. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയുടെ ഭപ്പയുടെ അണിയറ പ്രവർത്തകർ. ഒന്നാന്തരം പൊളിഞ്ഞ മൂവി എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എന്തിനായിരുന്നു ഇങ്ങനൊരു പടം? ഈ പടത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? ഈ പടത്തിനോട് എനിക്കൊരു ഉപമിക്കാൻ തോന്നുന്ന പടം എന്ന് പറയുന്നത് CID മൂസയാണ്. പക്ഷെ CID മൂസയൊക്കെ ഇറങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും ദിലീപിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് അതിലെ കോമഡികൾ നമ്മൾ ആസ്വദിച്ച് കണ്ട് വിജയിപ്പിച്ച ഒരു പടമാണ് CID മൂസ. CID മൂസയോട് ഇതിനെ ഉപമിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CID മൂസയുടെ 7 അയലത്ത് നിൽക്കൂല മക്കളെ. തുടക്കം തന്നെ നമ്മൾ വിചാരിക്കും, ഇതിൽ ദിലീപ് എന്തോ കാര്യമായിട്ട് ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന്. നമുക്ക് ആ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി വരെ നമുക്ക് തോന്നും. പക്ഷെ ഒരു കുന്തവും ഇല്ല. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ ബോറടിപ്പിക്കുന്നത്. കാരണം നമുക്ക് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നും. ആ ഒരു ഫീലിംഗ് ആണ്. അതിൻ്റെ കൂടെ ഈ സപ്പോർട്ടിംഗ് റോൾസ് ചെയ്തിരിക്കുന്ന ലാലേട്ടന് എന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഇത് ചെയ്തു ലാലേട്ട? ഈ കടുങ്കൈ പടം ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇത്തരത്തിലൊരു വെറുപ്പിക്കൽ റോൾസ് ആയിട്ട് വരണമായിരുന്നോ? ഇതൊരു ജാതി വല്ലാത്ത വെറുപ്പിക്കലായിപ്പോയി ലാലേട്ട. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ വെറുതെ ആയിരുന്നു. ഫസ്റ്റ് ഹാഫിനേക്കാളും മോശം, ബോറായിരുന്നു സെക്കൻഡ് ഹാഫ്. പ്രേക്ഷകരെ വല്ലാതെ നിരാശപ്പെടുത്തി ലാലേട്ടൻ. ഒരു കഥയില്ലാത്തൊരു കഥേനെ നല്ലതെന്ന് പറയാൻ പറ്റുമോ ഗൈസ്? ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ദിലീപിൻ്റെ ജീവിതവുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന പോലെ, കുത്തി പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആരോടൊക്കെ എന്തൊക്കെയോ പക പോക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ. അങ്ങനെ ഒരാളുടെ ഒരു സമനില തെറ്റിയ ഒരു മാനസികാവസ്ഥയാണ് എനിക്കിതിൽ കാണാൻ കഴിഞ്ഞത്. പിന്നെ അയാളൊരു സെക്കൻഡ് ഹാഫിലൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. എത്ര വലിയ കരളലിയിപ്പിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ചെയ്തു കൂട്ടുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റൂല. അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന മ്യൂസിക് കുറച്ച് ദിവസം മുമ്പ് ഔട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും വെല്ലുവിളികളായിട്ടാണ് നമ്മൾ ഇത്രയും കഥകൾ നമ്മൾ കേട്ട, ഈ കേസുകൾ നമ്മൾ കണ്ട മലയാളികൾക്ക് നമുക്കത് വെല്ലുവിളികളായിട്ട് തന്നെ തോന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് തന്നെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ മൂക്കത്ത് വിരൽ വെച്ചിരുന്നു എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വല്ലാത്ത ജാതി വെറുപ്പിക്കൽസായിപ്പോയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും കാലം കണ്ട ദിലീപ് സിനിമ ഒരു ഇടവരെ നമ്മൾ ദിലീപിനെ ഇഷ്ടപ്പെട്ടിരുന്നു, ദിലീപിൻ്റെ കോമഡികൾ ഇഷ്ടപ്പെട്ടിരുന്നു, ദിലീപിനെ നമ്മൾ ജനപ്രിയ നായകൻ എന്ന പദവി കൊടുത്ത് അംഗീകരിച്ചിരുന്നു. നമ്മുടെ അയൽപക്കത്തെ സ്വന്തം പയ്യനെ പോലെ തന്നെയായിരുന്നു ദിലീപ് നമുക്ക് മലയാളികൾക്ക്. അപ്പം ഈ സിനിമയിൽ മുഴുവനും പറയുന്നത് ദിലീപ് ഈ കഴിഞ്ഞ 8-9 കൊല്ലമായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അത് എന്തായാലും ഈ ഒരു ചിത്രത്തിൽ കൊണ്ടുവരാൻ നൂറിൻ ഷെരീഫിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് അത് അത്ര പെട്ടെന്ന് ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോജിക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾ തിയേറ്ററിൽ വന്ന് പടം കാണൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും നമുക്ക് 20 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. ഇഷ്ടക്കേടിനെ ഇഷ്ടക്കേടെന്നും നല്ലതിനെ നല്ലതെന്നും പറഞ്ഞ് ശീലിക്കുന്ന ആളാണ് ഞാൻ. ലാലേട്ടനാണെങ്കിൽ ഒന്നാന്തരം വെറുപ്പിക്കൽ നടത്തി. അപ്പം ഈ വെറുപ്പിക്കലിൻ്റെ കൂടെ ലാലേട്ടനും കൂടി പേര് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ സപ്പോർട്ടിങ് റോൾസിലേക്ക് ലാലേട്ടനെ കൊണ്ടുവന്നത്? നമ്മുടെ ഗോപാലേട്ടനൊക്കെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ അഭിനയ സാധ്യതയൊന്നും ഇല്ലെങ്കിലും പ്രൊഡ്യൂസർ ഗോപാലേട്ടനല്ലേ, അപ്പൊ പിന്നെ ഗോപാലേട്ടനും അങ്ങോട്ട് അഭിനയിച്ചു ചുമ്മാ ഒരു രസത്തിന്. പക്ഷെ ദിലീപിന്റെ കാര്യമാണ് മക്കളെ ഉള്ള ഒരു ജീവിത രീതി കാരണം പുള്ളിയുടെ മാനസികാവസ്ഥ ആകെ തകർന്ന് തരിപ്പണമായി ഭ്രാന്തനായിട്ടുള്ള മാനസികാവസ്ഥ തെറ്റിയ ഒരാളാക്കി മാറ്റി സമൂഹം എന്നാണ് പുള്ളി ആ കഥയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ല പൊന്നു ദിലീപേട്ട. പിന്നെ നമ്മൾ 8 വർഷത്തിന് മുമ്പ് കണ്ടിരുന്ന ദിലീപല്ല ഈ 8-9 വർഷത്തിന് ശേഷം കാണുന്നത്. അപ്പൊ പഴയ ദിലീപിന്റെ കയ്യിൽ സ്ഥിരം ഇടുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കുറച്ച് ചളിപ്പ് കോമഡികളൊക്കെ ഇറക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും പക്ഷെ കോമഡികളൊന്നും വിജയിച്ചിട്ടില്ല. ദിലീപിന്റെ സ്ഥിരം കുറെ സംഭവങ്ങൾ ഇനി വില പോകില്ല, കാരണം ആ കാലം കഴിഞ്ഞു പോയി. ഈ പണ്ടത്തെ വീഞ്ഞു പുതിയ പാത്രത്തിൽ വിളമ്പുന്ന പോലെയാണ് തോന്നിയത്. എന്തായാലും അഴിഞ്ഞാട്ടം മ്യൂസിക് ഔട്ടായപ്പോൾ അതിന് ഹൈപ്പ് കൊടുത്തു. പക്ഷെ ആ ഹൈപ്പ് പടത്തിന് കിട്ടിയോന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് കിട്ടിയില്ല. ഇത്തരത്തിലുള്ള ഒരു മൂവി ചെയ്തിട്ട് അത് പ്രമോഷനിലൂടെ നമുക്ക് ഒരിക്കലും വിജയിപ്പിക്കാൻ സാധിക്കൂല. ഒരു പരിധി വരെ നമുക്ക് പ്രമോഷനിലൂടെ ഹൈപ്പ് കൊടുക്കാം, ബാക്കിയൊക്കെ ജനങ്ങളുടെ കയ്യിലും ദൈവത്തിന്റെ കയ്യിലുമാണ്. ഈ പഴയ വീഞ്ഞ് വീണ്ടും വീണ്ടും ഇതിങ്ങനെ പുതിയ പാത്രത്തിൽ വിളമ്പിക്കൊണ്ടിരിക്കാതെ മാറ്റിപ്പിടിക്ക് ദിലീപേട്ട. സ്ഥിരം ശൈലി ജനങ്ങൾക്ക് മടുത്തു.